ബാങ്കുകളും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളും എവിടെ നിന്നാണ് ബൈ ചെയ്യുന്നത് അറിയാമോ? അതാണ് ഓർഡർ ബ്ലോക്ക്. എന്താണ് ഓർഡർ ബ്ലോക്ക്? വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ലക്ഷക്കണക്കിന് ഷെയറുകൾ വാങ്ങണം. പക്ഷേ ഒറ്റയടിക്ക് വാങ്ങിയാൽ പ്രൈസ് പെട്ടെന്ന് കയറും. അതുകൊണ്ട് അവർ ഒരു പ്രത്യേക സോണിൽ പതുക്കെ വലിയ ഓർഡറുകൾ വയ്ക്കും. ആ സോണാണ് ഓർഡർ ബ്ലോക്ക്. ഇതെങ്ങനെ ചാർട്ടിൽ കണ്ടെത്താം? ഒരു വലിയ മൂവ്മെന്റിന് തൊട്ടു മുൻപുള്ള അവസാനത്തെ ക്യാൻഡിൽ നോക്കുക. പ്രൈസ് ശക്തമായി മുകളിലേക്ക് കയറുന്നതിന് മുൻപുള്ള അവസാനത്തെ റെഡ് ക്യാൻഡിലാണ് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. പ്രൈസ് ശക്തമായി താഴേക്ക് വരുന്നതിന് മുൻപുള്ള അവസാനത്തെ ഗ്രീൻ ക്യാൻഡിലാണ് ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. എന്തുകൊണ്ടിത് പ്രധാനം? പ്രൈസ് വീണ്ടും ആ ഓർഡർ ബ്ലോക്കിലേക്ക് തിരിച്ചു വന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ബാക്കിയുള്ള ഓർഡറുകൾ പൂർത്തിയാക്കും. അവിടെ നിന്ന് പ്രൈസ് വീണ്ടും അതേ ദിശയിൽ മൂവ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഇതാണ് സ്മാർട്ട് മണി ട്രേഡ് ചെയ്യുന്ന രീതി. റീറ്റെയിൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഓർഡർ ബ്ലോക്കുകൾ നോക്കുന്നു. പക്ഷേ ഓർക്കുക, ഓർഡർ ബ്ലോക്ക് മാത്രം നോക്കി ട്രേഡ് ചെയ്യരുത്. മാർക്കറ്റ് സ്ട്രക്ചറും ലിക്വിഡിറ്റിയും കൂടി മനസ്സിലാക്കണം. ട്രേഡിംഗ് പ്രാക്ടിക്കലായി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബയോയിലെ വാട്സാപ്പ് ലിങ്കിൽ മെസ്സേജ് ചെയ്യൂ. ഞങ്ങളുടെ ടീം നിങ്ങളെ സഹായിക്കും. ഇതുപോലെ കൂടുതൽ പഠിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.